ഈ വാർത്ത ഇന്നലെ തുതിയൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത എബി ജോൺ തോമസ് ആ സ്ഥലത്തു നിന്ന് തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എബി, കേരളത്തിൻ്റെ ഗ്രാമവീഥികളിലൂടെ നഗര നടുവിലൂടെയൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് പ്രതിഫലിച്ചുകൊണ്ട് കേരള വിഷൻ ന്യൂസിൻ്റെ വാർത്താ സംഘം നിരന്തരം സഞ്ചരിക്കുകയാണ്. അത്തരത്തിലൊരു ജനകീയ പ്രശ്നമാണ് നമ്മൾ ഇന്ന് അധികാരികൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. ഒരു ജനതയുടെ ഏറ്റവും വലിയ പ്രാഥമികമായ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വഴി, വെള്ളം, വെളിച്ചം എന്നുള്ളതൊക്കെ. അതൊക്കെ നിഷേധിക്കപ്പെട്ട ഒരു പ്രദേശവാസികൾ, അവരുടെ ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും അവിടെ ഉയരുന്നുണ്ടാകാം. എന്തൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്? ലിബീഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത റിപ്പോർട്ടിനകത്ത് പ്രധാനമായും പറഞ്ഞിരുന്നത് ആ കലുങ്ക് പൊളിച്ച് അതിനുശേഷം അത് നിർമ്മാണം പാതിവഴിയിൽ നിൽക്കുന്ന ഒരു നിലയെക്കുറിച്ചായിരുന്നു. അതുമാത്രമല്ല ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ആ കലുങ്ക് ഒപ്പം തന്നെ ഒരു പാലം വളരെ നാളുകളായി തന്നെ ഇവരുടെ സ്വപ്നമായിട്ട് നിൽക്കുന്നു. അത് ഇനിയും അതിന്റെ പണികളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല. ഒപ്പം തന്നെ ബസ് സർവീസ് അതൊരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ഒപ്പം കുടിവെള്ളത്തിന്റെ പ്രശ്നം അതിരൂക്ഷമായി നിൽക്കുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ് തുതിയൂർ നിവാസികൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. എന്തായാലും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രതികരണങ്ങൾ നടത്താനായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ ആ കലുങ്ക് പൊളിച്ചിട്ടേക്കുന്നത് അത് വലിയ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത നിലയിലായിരുന്നു അത് പൊളിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന്റെ ഒരു സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു ശരിക്കും? അതിന്റെ സാഹചര്യങ്ങൾ മറ്റേ കലുങ്ക് ഇപ്പം പൊളിക്കേണ്ട കാര്യം ഉണ്ടായില്ല. അത് നിലവിൽ ആക്ച്വലി വണ്ടി ഓടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അത് പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരുപാട് വലിയ വണ്ടി, സ്കൂൾ വണ്ടിയൊക്കെ കയറി പോകുന്ന ഒരു പാലമാണ്. പക്ഷെ അത് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ കമ്പിയിട്ടാണ് വാർത്തേക്കുന്നത്. അതുപോലെ നടുക്കൊരു തൂണ് വന്നിട്ടുണ്ട്. അത് വെള്ളം ഒഴുക്കിന് തടസ്സപ്പെടുത്തും. അതോടൊപ്പം തന്നെ വീതി ഒട്ടുമില്ല. റോഡിന് നല്ല വീതിയാണ്, ഇത് വീതി ഉണ്ടായില്ല. അപ്പോൾ ആ പാലം പൊളിച്ചു. പക്ഷെ ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ റിവേഴ്സ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ റിവേഴ്സ് എസ്റ്റിമേറ്റ് എടുത്തിട്ട് ആണെങ്കിൽ അടിയന്തരമായിട്ടത് ചെയ്യാനുള്ള നടപടി എടുക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതാണ്. അപ്പോൾ ഈ തുതിരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ യാത്രാ പ്രശ്നമാണ്. ഇവിടെ കുറേ ഒരു 8-9 ബസ്സോളം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ എല്ലാം സർവീസ് നിർത്തി, എല്ലാം 11 മണിയും 10 മണിയും വൈകിട്ടാക്കി. ഇപ്പോൾ ഒട്ടനവധി വീട്ടമ്മമാർ ഇവിടുന്ന് ജോലിക്ക് പോകുന്ന ആളുകളാണ്. അതുപോലെ സ്കൂൾ കുട്ടികൾ, അതുപോലെ അവർക്ക് യാത്രാ സൗകര്യമൊക്കെ മുടങ്ങി. ഇതിനെ മറികടക്കാൻ നമ്മൾ RTO ഓഫീസിലും അതോടൊപ്പം തന്നെ എല്ലാം പരാതി കൊടുത്തിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല. പക്ഷെ അത് മുനിസിപ്പാലിറ്റി എന്നവർക്ക് ഗ്രാമവണ്ടി ട്രാൻസ്പോർട്ട് ഇടാനായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അതും നടപടി തീരിട്ടില്ല. മുനിസിപ്പാലിറ്റി അതങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ആളില്ലെങ്കിൽ പോലും അതിലെ ഡീസൽ കാശ് മുനിസിപ്പാലിറ്റി വഹിക്കും. അപ്പോൾ ഗ്രാമവണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് ഫോളോ അപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 6 മാസത്തിന് മുമ്പ് തീരുമാനമെടുത്താണ്. പക്ഷെ അതിൻ്റെ ഫോളോ അപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ തുതിയെ സംബന്ധിച്ചിടത്തോളം ഒരു വികസനം എങ്ങും എത്താത്ത ഒരു പ്രദേശമാണ്. അപ്പോൾ ഇപ്പം നമുക്കറിയാം 1957 എരൂർ തുതിയൂർ പാലത്തിന് തറക്കല്ലിട്ട് പാലം പണി ഏതാണ്ട് പകുതി ഘട്ടത്തിലാണ് അടിയന്തര അവസ്ഥക്കാൽ അത് പൊളിച്ച് വേറെ സ്ഥലത്തേക്ക് ആക്കിക്കൊണ്ട്, അതാണ് എരൂർ കൊണ്ടേ പാലം മാറ്റി സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി ഒരു പുതിയ പാലം ഉണ്ടെങ്കിലും അതിന് 7 കോടി രൂപ അനുവദിച്ചിട്ടെന്ന് പറയൽ പോലും അതും ഇതുപോലെയുള്ള കടലാസിൽ ഒതുക്കിയെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം പാലം വന്നു കഴിഞ്ഞാൽ സർക്കിളിൽ ബസ് വന്നാൽ തന്നെ ഈ യാത്രാ പ്രശ്നം ഒരുവിധം പരിഹരിക്കറ്റും. പിന്നെ ആകെ ഉള്ളത് കുടിവെള്ള വിഷയമാണ്. ആ കുടിവെള്ള വിഷയം തൃക്കാക്കര മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചോളം 1987 വിശ്വനാഥ മേനോൻ ഇവിടെ മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് തൃക്കാക്കര പഞ്ചായത്തിൽ 50,000 പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 3.5 ലക്ഷത്തോളം പോപ്പുലേഷനാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി പ്രദേശത്തുള്ളത്. അപ്പോൾ അന്ന് ഒരു ടാങ്ക് കൊള്ളുന്നു, കുടിവെള്ള ടാങ്ക് കൊള്ളുന്നു. ആ ടാങ്കിലാണ് ഇപ്പോഴും സപ്ലൈ ചെയ്യുന്നത്. ഒട്ടനവധി ഫ്ലാറ്റുകൾ വന്നു, വെള്ളം എങ്ങും എത്താത്ത സ്ഥിതിയാണ്. ഇപ്പോൾ തുതിരെ സംബന്ധിച്ചുള്ള ആഴ്ചയിൽ 2 ദിവസം വന്ന് അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ വരില്ല. ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വെള്ളം ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പിന്നെ വാട്ടർ അതോറിറ്റി വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടാണ് അവർ വിട്ടത്. അപ്പോൾ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ അർത്ഥത്തിൽ ഒരു പുതിയ ടാങ്ക് ഇപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് കോൺഗ്രസ്, MLA ഉണ്ട്, MP ഉണ്ട്, എല്ലാം അത് ചെയ്തുകൊണ്ടൊരു പുതിയ ടാങ്ക് വെച്ചാൽ ഈ തൃക്കാക്കരയിലുള്ള കുടിവെള്ളക്ഷാമം എത്രയും വേഗം പരിഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിന് തുതിരെ സംബന്ധിച്ചുള്ള ഒരുപാട് പരാതികളും അപേക്ഷകളും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അതുപോലെ വാഹനത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം ഈ ഗ്രാമവണ്ടി എത്രയും വേഗം എടുക്കിയിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങാതെ ഓടും. അപ്പോൾ അത് നടപടി എടുക്കാൻ ഉള്ള മുൻകൈ പോലും എടുക്കാത്തൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത്.
അപ്പോൾ ഇത്തരത്തിൽ ചേച്ചിമാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ രാവിലെ പള്ളി കഴിഞ്ഞിട്ടൊക്കെ വന്ന് അല്ലെ, പള്ളി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുറെ പേര് കൂടി നിൽപ്പ്. ഈ വാഹനത്തിന്റെ പ്രശ്നം അതാണ് പ്രധാനമായും പറയുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണ്? ഞങ്ങൾക്ക് ബസ് ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് തന്നെ ഞങ്ങൾക്ക് കാക്കനാട് വരെയും പോകണമെങ്കിൽ 100 രൂപ വേണം അങ്ങോട്ട്, ഒരു സ്ഥലത്തേക്ക് തന്നെ. പിന്നെ ഇങ്ങോട്ട് വന്നെങ്കിൽ 100 രൂപ. നമുക്ക് ജോലിക്ക് പോയാൽ അത്രേ ശമ്പളം ഉള്ളൂ എന്ന് അറിയില്ല. അതിനാണ് ഒരു ദിവസം 100 രൂപ 200 രൂപ കൊടുത്ത് ബസ് പൈസ കൊടുത്ത് നമുക്ക് ജോലി ചെയ്യാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടായിരുന്നു വരില്ല. ഒരു കാക്കനാട് വരെ പോകണമെങ്കിൽ 100 രൂപ ഒരാക്കടെ നിന്ന് എടുക്കണമെങ്കിൽ, അല്ലാതെ അയാൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. പിന്നെ 2 പേരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടായിന്ന് വരില്ല. 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ബസ്സില്ല ഒരു കാക്കനാട് പോകണമെങ്കിൽ. പിന്നെ ഈ ഓട്ടോറിക്ഷ തന്നെയാണ് ഞങ്ങളുടെ ആശ്രയം. നേരത്തെ ഓട്ടോറിക്ഷ വന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ അവർക്ക് 10 രൂപ കൊടുത്താൽ പോകാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് മുതലാവൂല തിരിച്ചു പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തിരിച്ചു വന്ന് റിട്ടേൺ പോണ വണ്ടിക്കാണെങ്കിൽ ഞങ്ങൾ 100 രൂപ കൊടുക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ജോലിക്ക് പോണത്. അപ്പോൾ ഞങ്ങൾ 7 ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ മാസം കിട്ടണ 10,000 രൂപയായിരിക്കും. ഈ 10,000 രൂപയിൽ നിന്ന് 200 രൂപ ഒരു ദിവസം ബസ് പൈസ കൊടുത്താൽ ഞങ്ങൾക്ക് വേറെ എന്താ ഉണ്ടാവണേ? അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പിന്നെ കുടിവെള്ളത്തിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നു ഞങ്ങൾക്ക്. മാറി ഇപ്പം കുറേ നാളായിട്ട് കുടിവെള്ളം മര്യാദയ്ക്ക് വന്നുകൊണ്ടിരുന്ന, ഇപ്പം ഈ 2 ആഴ്ചയായിട്ട് കുടിവെള്ളത്തിന് ഭയങ്കര പ്രശ്നം. കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളം വന്നില്ല. ഈ ആഴ്ചയിൽ 2 ദിവസമാണ് ഞങ്ങൾക്ക് വെള്ളം വന്നുകൊണ്ടിരുന്നത്. അതുപോലും ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? വെള്ളം ഒരു ടാങ്ക് വെള്ളം വന്നെങ്കിൽ 400 രൂപ കൊടുക്കണം. ഇതൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം രൂക്ഷമായിട്ട് സ്വാഭാവികമായിട്ട് കുടുംബങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ പറയാനുള്ളത്, ഇവിടെ ബസ്സില്ലാത്ത കാരണം ഞങ്ങൾ ചിറ്റേത്തേര വഴി കൂടെ നടന്ന് ചിറ്റേത്തേര വഴിയൊക്കെയാണ് കുറേ പേര് യാത്ര ചെയ്ത് പോണത്. അവിടെ പാലം പൊളിച്ചിട്ടിട്ട് ഒരു 6 മാസത്തോളമായി. ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അപ്പം അങ്ങനെ കുറേ പേര് അതുമൂലം ബുദ്ധിമുട്ടുണ്ട്. ഈ പാലം പൊളിച്ചിട്ടുണ്ടോ? അപ്പം തന്നെ ഒരു പാലം വരാനായിട്ടുണ്ടായിരുന്നു. അത് കുടിവെള്ളം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഒക്കെ? പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തരോട് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അത് ഏറ്റ് ഇപ്പം തന്നെ ശരിയാക്കാന്ന് പറയണല്ലാതെ ഒന്നും നടപ്പിലാക്കുന്നില്ല. പാലം പൊളിച്ചിട്ട് ഞങ്ങൾക്ക് നടന്നു പോകാൻ പോലും വഴിയുണ്ടായിരുന്നില്ല. അതിലെ ബഹളം ഒച്ചയും വെച്ചിട്ട് ഇപ്പോൾ ഒരു തടി കഷ്ണം ഇട്ട് തകിടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലൂടെ ഞങ്ങൾക്കിപ്പോൾ സേഫായിട്ട് നടന്നു പോകാം. പക്ഷെ ഞങ്ങളൊരു വണ്ടിക്ക് പോകണമെങ്കിലും പുറത്തുനിന്ന് ഒരാളാ വന്നെങ്കിലും ഇവിടെ വന്ന് തിരിച്ചു പോയി ചിറ്റോത്തരന്ന് കറങ്ങി വരണം. ഇവിടെ വന്ന് ഈ പാലത്തിൻ്റെ അടുത്ത് ചെന്ന് വെച്ചാൽ പിന്നെ തിരിച്ച് ചിറ്റോത്തരക്ക് പോകണം. അവർക്കറിയില്ല ഈ പാലം പൊളിഞ്ഞു കിടക്കുന്ന വിവരം. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി തരണം. ഈ കുടിവെള്ള പ്രശ്നം, ഒപ്പം തന്നെ ബസ്സിന്റെ കാര്യമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ആളുകൾ 10-200 രൂപ മുടക്കി ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നത്. 10-200 രൂപ വേണ്ടി വരും സ്ഥിരം ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക്. മാസത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ മരുന്ന് വാങ്ങാൻ പോയെന്നാൽ ഒരു 300 രൂപ ഞങ്ങൾ വണ്ടിക്കാശ് കൊടുക്കണം. തോപ്പിയിൽ നിന്ന് മരുന്ന് മേടിച്ച് ഇവിടെ വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 25 വർഷത്തിന് മുമ്പാണെങ്കിലും ഞങ്ങളിവിടെ എടവകപ്പള്ളിയിലെ യൂജിനച്ഛൻ, യോണച്ഛൻ, ഞങ്ങൾ ജനങ്ങളെല്ലാം കൂടി ഈ കാൽനടത്തായിട്ട് ഇവിടെ. ഞാനൊന്ന് തിരിച്ചെത്താം. ഇപ്പോൾ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി രാധാമണി, തുതിയൂർ നിവാസികളുടെ ദുരിത കാഴ്ചകളാണ് കേരള വിഷൻ ന്യൂസിലൂടെ ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. അവിടെ വഴി നടക്കാൻ അവർക്ക് യാതൊരു നിർവാഹവുമില്ല, ബസ് സർവീസ് ഇല്ല, കുടിക്കാൻ വെള്ളമില്ല. ഇത്തരത്തിലുള്ള ദുരിത കാഴ്ചകളൊക്കെ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കുടിക്കാൻ വെള്ളം ഇല്ലെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. അവിടെ പൈപ്പ് പൊളിച്ചിട്ട ശേഷം അവിടേക്ക് വെള്ളം എത്തുന്നില്ലെന്നാണ് പരാതി. തിരിച്ചു പോയത് കേട്ടാ. ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ലോഡ് വണ്ടി വെള്ളം വന്നിട്ട് ആർക്കും വേണ്ടാതെ തിരിച്ചു വിടുക ചെയ്തത്. ഹലോ, ഒരു ലോഡ് വെള്ളം അവിടേക്ക് എത്തിച്ചിരുന്നു? അല്ല, വെള്ളം ഇല്ലെന്ന് ഇന്നലെ രാത്രി പറഞ്ഞിട്ട് ഇന്ന് കൊണ്ടുവന്നപ്പോ എല്ലാവർക്കും ഇഷ്ടം പോലെ വെള്ളം ഇന്നലെ രാത്രി വരെയും കിട്ടി, വാട്ടർ കണക്ഷൻ. അപ്പൊ ഇന്ന് തിരിച്ചു കൊണ്ടുപോയി. അതെന്താണ് സംഭവിച്ചത് നമുക്ക് അവരോട് ചോദിക്കാം. പക്ഷേ ഈ വഴി പാലം പൊളിച്ചിട്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ആ കാര്യം നഗരസഭയുടെ ശ്രദ്ധയിലില്ല. ഇത്ര കാലമായിട്ട് ആ പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികളാകാത്തത് എന്തുകൊണ്ടാണ്? ഏതിന്റെ? അവിടെ ഒരു പാലം പൊളിച്ചിട്ടിരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ. നിങ്ങൾ അതിന്റെ അവിടെ അല്ലേ നിക്കണത്? അതെ, അവിടെ നമ്മുടെ പ്രതിനിധി ഉണ്ട്. അവിടെ നടന്നു പോകാനുള്ള പാലം ഇട്ടിട്ടുണ്ടല്ലോ. അവിടേക്ക് ആവശ്യമായ അവർക്ക് ചുറ്റി വളഞ്ഞു പോകേണ്ട ബസ് സർവീസ് ഇല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. റൂട്ട് അല്ലല്ലോ അത്, ബസ് സർവീസ് പോണ സ്ഥലം അല്ലല്ലോ. അതിലെ ബസ് പോണ സ്ഥലമൊന്നും അല്ല അത്, ബസ് സർവീസും ഇല്ല അവിടെ. അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ചെയർപേഴ്സൺ പറയുന്നത്. അതല്ല, നമ്മളവിടെ ആ പാലത്തിന് എസ്റ്റിമേറ്റ് എടുത്തപ്പോ 2.5 മീറ്റർ വീതിയിലാണ് കലുങ്ക് വന്നത്. അപ്പൊ പരിസരവാസികൾ പറഞ്ഞു റോഡിന്റെ അത്രയും വീതിയിൽ വേണം, 5 മീറ്റർ വീതിയിൽ വേണം എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ നടുക്ക് ഒരു കെട്ട് വരണുണ്ട്. ആ കെട്ട് വന്നാൽ വെള്ളം ഭാവിയിൽ തടഞ്ഞു നിൽക്കും.
എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ വരുമ്പോൾ അവിടെ തടയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതില്ലാണ്ട് കുറച്ചും കൂടെ പൊക്കി നല്ല രീതിയിൽ പണിയണം എന്ന് പറഞ്ഞപ്പോൾ അതിന് 6 ലക്ഷം രൂപ കൂടെ കൂടുതൽ വരും. അപ്പം നമ്മുടെ ഡിവിഷൻ ഫണ്ടിൽ നിന്ന് ഇത്തവണത്തേന്ന് 6 ലക്ഷം കൂടെ വെച്ചിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി. DPC അംഗീകാരം കിട്ടാണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. DPC ഈ വർഷം കൂടിയിട്ടില്ല. അതൊന്നും മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ വന്നതല്ല, അത് DPC കൂടുന്ന ജില്ലാ പഞ്ചായത്തും കളക്ടറേറ്റുമാണ്. അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നത്തിലാണ് ആ പണി വൈകുന്നത് എന്നാണ് നഗരസഭ വിശദീകരിക്കുന്നത്. അത് നമുക്ക് എപ്പോഴത്തേക്ക് പരിഹരിക്കാൻ കഴിയും? നമ്മളിപ്പോ തുടങ്ങും, വർക്ക് തുടങ്ങും, കൊടുത്തിട്ടുണ്ട്. എന്തോ ഈ മഴ കഴിയുന്നതോടുകൂടി നമുക്ക് പണി ആരംഭിക്കാൻ കഴിയും? മഴ കഴിയണല്ലേ, ഈ തിങ്കളാഴ്ച ഇപ്പം നാളെ അത് താഴത്തേക്ക് തോട് തെളിച്ച് ചെളിയും മാറ്റി കഴിഞ്ഞിട്ട് അത് ചെയ്യും. നാളെ കഴിഞ്ഞ് 2 ദിവസങ്ങളിൽ തുടങ്ങും. 2 ദിവസത്തിനുള്ളിൽ തന്നെ പണി തുടങ്ങും അല്ലേ? പണി തുടങ്ങും. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ പ്രദേശവാസികളുടെ ദുരിതത്തിന് അങ്ങനെ ഒരു വെള്ളത്തിന്റെ ഒരു കാര്യം പറയട്ടെ. അതെ, കുടിവെള്ളത്തിന്റെ ഒന്ന് പറയൂ. വെള്ളം കൊടുക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. നമ്മൾ ഭീമമായ തുക അവർക്ക് അടക്കണുണ്ട്. ഇത് 4 ദിവസം കൂടുമ്പോൾ 1 ദിവസം വെള്ളം വന്നത്. ടാങ്ക് പണിത് എനിക്ക് തോന്നുന്നത് 88-90 കാലഘട്ടത്തിലെങ്ങാണ്ടാണ് ഇവിടെ ഒരു ടാങ്ക് പണിത്. അന്നുള്ള ജനസാന്ദ്രതയല്ല, അതിന്റെ 3 ഇരട്ടി ഇന്നുണ്ട്. ടാങ്ക് വലുതായിട്ടില്ല, ഫ്ലാറ്റും വില്ല എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ വെള്ളം എത്തണില്ല. ഇപ്പൊ ഇവിടെ 4 ദിവസം കൂടുമ്പോൾ 1 ദിവസം വെള്ളം കിട്ടുന്നത്. ഇവിടെ നിന്നല്ല, ഈ കിഴക്കൻ പ്രദേശങ്ങളിലെല്ലാം. അന്ന് എവിടെയെങ്കിലും അതിനിടയ്ക്ക് പൈപ്പ് പൊട്ടിപ്പോയാൽ ഇങ്ങോട്ടുള്ള കുടിവെള്ളം മുടങ്ങുവാണ്. ഇപ്പൊ കഴിഞ്ഞ ടൈമിൽ ഇവിടെ വെള്ളം കിട്ടിയില്ല. ഇന്നലെ രാത്രി മുഴുവൻ ഇതിനെ വിളിച്ച് പറഞ്ഞ് ഇന്നലെ രാത്രി വരെയും വെള്ളം വിട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് ഈ പ്രദേശത്ത് എല്ലാവർക്കും വീട്ടിൽ വെള്ളമുണ്ട്. ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ട് തിരിച്ചിപ്പോൾ പറഞ്ഞു വിട്ടു. അതെ, അപ്പോൾ അങ്ങനെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ വെള്ളം കിട്ടി, അത് ഇനിയും ശാശ്വതമായി തന്നെ തുടർച്ചയായി വെള്ളം ലഭിക്കാനുള്ള ഒരു സൗകര്യം വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുക്കാൻ കഴിയില്ലേ? അതിന് ഗവൺമെന്റ് തലത്തിൽ ടാങ്ക് നിർമ്മിക്കണം. ടാങ്ക് നിർമ്മിച്ച് വെള്ളം എത്തിയാലാണ് അതിനൊരു സംവിധാനം ആവുള്ളൂ. നമ്മളൊരു അമൃത് പദ്ധതി എന്നും പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽപ്പെടുത്തി കളമശ്ശേരിയിലൊരു ടാങ്ക് വെക്കാനുള്ള എസ്റ്റിമേറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ടെൻഡർ കഴിഞ്ഞിട്ടില്ല. അത് ഗവൺമെന്റ് തലത്തിലാണ്, നമ്മളല്ല. അമൃത് പദ്ധതി അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതാണ് ഇപ്പോൾ ഒരു ശാശ്വത പരിഹാരത്തിനുള്ള മാർഗമായി നഗരസഭ കാണുന്നതല്ലേ? കാണുന്നതാണ്. അമൃത് 2 എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. ഒരു എത്ര കോടി രൂപയുടെ പ്രോജക്റ്റ് ആണത്? അത് 70 കോടിയാണെന്ന് തോന്നുന്നു. 70 കോടി. അതെ, അത്രയും വലിയൊരു പ്രോജക്റ്റാണ്. തീർച്ചയായിട്ടും അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ട് തന്നെയാണ് വിഭാവനം ചെയ്യുന്നത്. നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയർപേഴ്സൺ ഇക്കാര്യത്തിൽ ഈ വാട്ടർ അതോറിറ്റിയുമായിട്ടുള്ള ഒരു നിരന്തരമായിട്ട് അവരെ ഒരുപക്ഷെ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ അങ്ങനെ അവരെ നിരന്തരമായി തന്നെ നമുക്ക് ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഇന്നലെ ചെയ്തതുപോലെ തന്നെ നിരന്തരം കുടിവെള്ളം എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റാൻ കഴിയില്ലേ? കഴിയണം. നമ്മളിവിടുന്ന് ഇവരെ വിളിച്ചുകൊണ്ടെങ്കിൽ സമരമൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അന്നേരമാണ് വെള്ളം വന്നത്. പക്ഷെ വാട്ടർ അതോറിറ്റിയിലും പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളം എത്തണില്ല. അവരോരോ സിസ്റ്റം വെച്ചിട്ടാണല്ലോ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കണത്. ഒരു സ്ഥലത്തെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ പ്രദേശത്ത് കൊടുക്കാൻ പറ്റൂല. എന്നാൽ പിറ്റേ ദിവസം വരുമ്പോൾ അവിടെ കൊടുക്കാന്ന് വെച്ചാൽ അടുത്ത സ്ഥലത്ത് എത്തൂല. അങ്ങനെ വെള്ളത്തിന്റെ ഇതിൽ ഭയങ്കര വെള്ളം ഒന്നാമത് ഇല്ലല്ലോ, അതല്ലേ വലിയ പ്രശ്നം. അതെ, വളരെയധികം നന്ദി ശ്രീമതി രാധാമണി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അവർ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുകയുണ്ടായി. അവിടെ എന്തായാലും നിരവധി സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എബി, ഇന്നലെ അവിടേക്ക് വെള്ളം അയച്ചിരുന്നു, പക്ഷേ ആ വെള്ളം തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ചെയർപേഴ്സൺ ഒരു കാര്യം കൂടി വിശദീകരിക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ അവിടെ എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിരുന്നു. അതുകൊണ്ടുകൂടി ആയിരിക്കാം ആളുകൾ ആ വെള്ളം തിരിച്ചയച്ചതല്ലേ? അക്കാര്യത്തിൽ അവരുടെ ഒരു വിശദീകരണം നമുക്ക് തേടാവുന്നതാണ്. തീർച്ചയായിട്ടും ഇന്നലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ വെള്ളമില്ലായിരുന്നു. ഈ വെള്ളത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കലുങ്ക് പൊളിച്ചിട്ടുണ്ട്. അവിടെ അതിലൂടെയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോയിരുന്നത്. ഈ കലുങ്ക് നിർമ്മാണത്തിനിടയിൽ ആ പൈപ്പ് പൊട്ടുകയും അതിലേക്ക് മലിനജലം കയറുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതും ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന ഘട്ടമായിരുന്നു. നമ്മൾ ഇന്നലെ കൊടുക്കുന്ന വാർത്തയുടെ ആ വിഷ്വൽസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ആ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ PVC പൈപ്പ് മുകളിലൂടെ ഇട്ടിട്ടുള്ള ഒരു സംവിധാനം നിലവിലില്ല. പക്ഷേ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള വിഷ്വലിനകത്ത് ആ PVC പൈപ്പ് ഒരെണ്ണം മുകളിലേക്ക് എടുത്ത് പുതുതാക്കി വെച്ചിട്ടുണ്ട്.
അത് കൃത്യമായ രീതിയിൽ ഈ പ്രശ്നങ്ങൾ നിലനിന്നതുകൊണ്ട് തന്നെയും ഈ വാർത്തകളും പ്രതിഷേധങ്ങളും ഒക്കെ ആളുകളുടെ ഭാഗത്ത് നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടതിന്റെയും ഭാഗമായിട്ടാണ് അവിടെ അത്തരത്തിലൊരു ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നാളെ തന്നെ കലിങ്കിന്റെ നിർമ്മാണം പുനരാരംഭിക്കുമെന്നുള്ള ചെയർപേഴ്സന്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുകയാണ്. എന്തായാലും നാളെ തന്നെ കലിങ്കിന്റെ പ്രവർത്തനം തുടങ്ങുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണം എന്തായാലും വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുടിവെള്ള പ്രശ്നം, കുടിവെള്ളം കഴിഞ്ഞ ദിവസം വൈകിട്ട് കുടിവെള്ളം എത്തിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ വണ്ടിവെള്ളം വിട്ടപ്പോൾ ആർക്കും തന്നെ വണ്ടിവെള്ളം വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയച്ചെന്നാണ് ചെയർപേഴ്സൺ പറഞ്ഞത്. അങ്ങനെ സംഭവം വല്ലതും ഉണ്ടോ? ഇല്ല. വെള്ളം വന്നു. ഇന്നിപ്പോ രാവിലെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം വന്നപ്പോൾ വെള്ളം കിട്ടിയില്ല, തീർത്തും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. പിന്നെ ഇന്നലെയായിരുന്നു പമ്പിങ്. അന്ന് രാവിലെ വിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെളുപ്പിനൊക്കെ വരേണ്ടതാണ്, പക്ഷെ വെള്ളം തീർത്തും വന്നില്ല. എന്നിട്ട് ഞങ്ങൾ എയിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ എയി പറയും പമ്പിങ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, ഓലിക്കുഴിയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പം അത് ശരിയാക്കി പമ്പിങ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. എയി പെട്ടെന്ന് കട്ട് ചെയ്ത് കളയും. അങ്ങനെ ഞങ്ങൾ 2-3 പ്രാവശ്യം വിളിച്ചു. പിന്നെ വേറെ നമ്പറിൽ നിന്ന് മാറി വിളിച്ചിട്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യരുത്, ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേട്ടിട്ട് മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചതിന് ശേഷം വൈകിട്ടാണ് ഞങ്ങൾക്ക് വീട്ടിൽ വെള്ളം വന്നത്. അത് രാത്രി വരെ ഞങ്ങൾക്ക് വെള്ളം ഉണ്ടായിരുന്നു. അത്രയും നേരം ഞങ്ങൾക്ക് വെള്ളമില്ല. ഞങ്ങൾ പൈപ്പിൽ പോയിട്ട്, ഞാൻ കഷ്ടപ്പെട്ട് പൈപ്പിൽ പോയി, അത് കുറേ ദൂരമുണ്ട്, ഞങ്ങൾക്ക് ഒരു പൊതു ടാപ്പുണ്ട്, അവിടുന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വെള്ളം കോരിക്കൊണ്ടുവന്നത്. എന്നിട്ട് ഇന്നിപ്പോൾ രാവിലെ ടാങ്ക് വെള്ളം കൊണ്ടുവന്ന്. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ എന്തായാലും മാസത്തിൽ 1500 രൂപ 1000 രൂപയൊക്കെ കൊടുത്തിട്ട് വെള്ളം ഇവിടെ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്. പക്ഷെ വെള്ളം കിട്ടാത്തൊരു സമയത്ത് വിളിച്ചു പറയുമ്പോൾ നമുക്ക് വെള്ളം വരുന്നില്ല. ഇവിടെ വെള്ളം കിട്ടി നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുമ്പോൾ പിന്നെ ഇതിന് ടാങ്കിന്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഈ വെള്ളം പൈപ്പിൽ വെള്ളം വരാത്ത സമയത്ത് 400 രൂപയൊക്കെ എടുത്തിട്ടാണ് ടാങ്കർ ലോറിക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ വെള്ളം വന്നു, ഞങ്ങൾ തിരിച്ചു വിട്ടു. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇന്നലെ വെള്ളം കിട്ടിയിട്ടുണ്ട്, ആവശ്യത്തിന് കിട്ടിയതുകൊണ്ട് മാത്രം നമ്മൾ തിരിച്ചു വിട്ടതാണ്. ലിബീഷ, അതാണ് അതിലൊരു വിശദീകരണം എന്ന് പറയുന്നതാണ്. വെള്ളം പതിവായിട്ട് മുടങ്ങുന്നത് അല്ലെങ്കിൽ എല്ലാ ദിവസവും വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമല്ല. ആ നിലയ്ക്ക് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ ചെയർപേഴ്സന്റെ വാക്കുകളിൽ തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ നിലയിൽ വാട്ടർ അതോറിറ്റിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ പോലും അത് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ആ നിലയ്ക്കുള്ള ചില ന്യായീകരണങ്ങളെങ്കിലും നടക്കുക എന്ന്. പിന്നെ ബസ് സർവീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ നിന്നിട്ട് അല്ലെങ്കിൽ ആ കലിങ്കിന്റെ സംഭവം കാണിച്ചിരിക്കുന്ന ആ വഴിയിലൂടെയുള്ള ബസ് സർവീസിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞത്. ഇവർ പറഞ്ഞത് അത് കൃത്യമായും ഈ തുതിയൂര് വഴിയുള്ള ബസ്സിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അതിനെക്കുറിച്ചൊന്ന് പറയുമോ? ബസ് സർവീസുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കുമോ? ഞങ്ങളൊക്കെ സ്ഥിരം ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് കൂടി ഞങ്ങൾക്ക് പോകണം. പുഴയുടെ സൈഡാണ്. ഞങ്ങൾ കുറച്ചൊരു 10-20 ഒരു കോളനി ഉണ്ട്. അങ്ങോട്ടെന്ന് വെച്ചാൽ ഒരു വഴിയില്ല, വെള്ളമില്ല, ചെളിയാണ്, മൊത്തം ചെളിയാണ്. ആ ചെളിയിൽ കൂടിയാണ് ഞങ്ങൾ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകുന്നതും ഞങ്ങൾ യാത്ര ചെയ്യണതും. രാവിലെയും വൈകിട്ടും ഞങ്ങൾക്ക് പോണേ ഒരുപാട് ദുരിതം. അതുപോലെ ബസ് ഇവിടെ വരെ വരുള്ളൂ, പിന്നെ അങ്ങോട്ടില്ല. വന്ന ബസ് സമയത്തില്ല. പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു പോകണം. ഒരാൾ ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ ഒരു 120 രൂപ കൊടുക്കണം. അപ്പോൾ ഒരാൾ ഒറ്റക്കൊണ്ട് ഒറ്റക്ക് 120 രൂപ കൊടുത്ത് ആകെ 300 രൂപ 400 രൂപയായിരിക്കും ഒരു ജോലിക്ക് പോയാൽ കിട്ടണത്. അപ്പം ഇങ്ങനെ സ്ഥിരം ഈ 120 രൂപ കൊടുത്ത് നമുക്ക് ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം. പക്ഷെ എന്നാലും ഞങ്ങൾ ബുദ്ധിമുട്ടി ആ കിട്ടണത് കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും. ഇവിടെയുള്ള ഒരു മിക്ക സ്ത്രീകളും വീട്ടുജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഈ ചാനൽ വഴിയെങ്കിലും പുറം ലോകം അറിഞ്ഞ്, പിന്നെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും ഇതോടുകൂടി സഹകരിച്ച് ഞങ്ങൾക്ക് വേണ്ട നല്ല കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷയാണിത്. കാരണം കുടിവെള്ളം ഇല്ലാതെ എങ്ങനെ ജീവിക്കും? അത് വളരെ പ്രശ്നമാണ്. വാട്ടർ അതോറിറ്റിയിൽ ഞങ്ങൾ കുറേ ആൾക്കാർ പോയി അവിടെയും അവിടെ ചെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെന്ന് പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ ആഴ്ചയിൽ കുറച്ച് കുടിവെള്ളം കിട്ടും. പിന്നെ ഈ അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാവർക്കും പൈസ കൊടുക്കണതിന് ഒരു കുഴപ്പമില്ല വാട്ടർ അതോറിറ്റിയിലേക്ക്. ഈ കുടിവെള്ളത്തിന്റെ ഒരു ടാങ്ക് പോലത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താഴത്തുള്ള ഒരു 10-15 കൊല്ലമായിട്ടുള്ള ഒരു സ്മാരകം ഉണ്ടല്ലോ, അതെന്താ സംഭവം ശരിക്കും പറയാമോ? അത് ശരിക്കും പറയണമെങ്കിൽ ഒരു 15 വർഷത്തിൽ മേളായിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മാന്ത്ര പിന്നെ മൺപുരയ്ക്കല് അങ്ങോട്ടൊക്കെ നമുക്ക് വെള്ളം കിട്ടിക്കൊണ്ടെന്ന് വെച്ചാണ്. അത് പിന്നെ കറണ്ട് ബില്ലിന്റെ പ്രശ്നമായിട്ട് അടക്കാണ്ട് അത് കട്ട് ചെയ്ത് അതേ തുടർന്ന് പിന്നെ അത് ടാങ്ക് വീണ് പൊട്ടുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതൊരു മെയിൻ്റെനൻസും പിന്നെ ചെയ്യാണ്ട് ഇപ്പൊ
കിണർ തന്നെ ഭയങ്കര ഇതായിട്ട് കിടക്കണത്. തൊട്ടപ്പുറത്തൊരു കിണർ കൂടിയുണ്ട്. കിണറുണ്ട്, അത് പഞ്ചായത്ത് കിണറാണ്, വലിയ കിണറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേനൽ വർഷത്തും അതേപോലെ തന്നെ വേനൽക്ക് വെള്ളം ഉണ്ടായതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടങ്ങളിലൊക്കെ വെട്ടിപ്പോയാൽ അവിടെ നല്ല വെള്ളമുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ തുതിയൂരിന്റെ ഒരു പകുതി അല്ലെങ്കിൽ തന്നെയാണെങ്കിലും കുറെ ആൾക്കാർക്ക് അത് ഉപയോഗം തന്നെ ആയിരുന്നത്. അപ്പൊ അതിനിപ്പോ അത് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ഇതുണ്ടത്. ശരിക്കും അത് നല്ലൊരു കാര്യമാണ്. ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് വെള്ളത്തിന്റെ ക്ഷാമം കുറഞ്ഞു കിട്ടും. അത് കുടിവെള്ളം വഴി എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണല്ലോ. അപ്പോൾ അതിലുള്ള ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്ന സമയത്ത് അതിപ്പം പ്രതിഷേധങ്ങളിലൂടെയെങ്കിലും ആള് അറിയിക്കുക എന്നുള്ളതല്ലേ ഇതിൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃക്കാക്കരയിൽ ഒരു 15 വർഷമായിട്ട് നിലവിലുള്ള ടാങ്ക് അല്ലാതെ ജനങ്ങൾ കൂടുന്നതിനനുസൃതമായിട്ട് ഒരു വലിയ ടാങ്ക് സെറ്റ് ചെയ്യുന്ന ഒരു പദ്ധതി ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ അത് കളമശ്ശേരി പദ്ധതി പ്രാവർത്തികമായാൽ ഏതിനും പരിഹാരം ഉണ്ടാവുള്ളൂ. അതും വരെയും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഓവർ ഹെഡ് ടാങ്ക് വെച്ചിട്ട് കിണറ്റിൽ നിന്ന് സാധനം വെള്ളം അടിച്ചതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളെല്ലാം മുനിസിപ്പാലിറ്റി ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി ബില്ല് ആ ഉപഭോക്താക്കൾ ഡിവൈഡ് ചെയ്തിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ പല മേഖലകളിലും ആ ഒരു കോർഡിനേഷന്റെ അഭാവമാണ്. പലരും പൈസ അടക്കൂല, പിന്നെ പൈപ്പിൽ വെള്ളമില്ലാത്ത സമയത്ത് വരുമ്പോഴാണ് ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുകയുള്ളൂ. അപ്പോഴേക്കും ഇത് ലൈൻ കട്ട് ചെയ്ത് വരേണ്ടത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. രണ്ടാമത്തത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിൻ്റെ പ്രശ്നം തന്നെയാണ്. ഗതാഗത സൗകര്യമാണ്. ഗതാഗത സൗകര്യം തുതിയൂർ താമസിക്കുന്ന ഒരു പുതിയൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ വേണ്ടി വന്ന ആളുകളാണെങ്കിൽ അവർക്ക് വണ്ടി ഉണ്ടെങ്കിൽ സുഗമമായിട്ട് നടക്കാം, അല്ലെങ്കിൽ വലിയൊരു പൊതുഗതാഗത സൗകര്യമില്ല എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര. മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കോമൺ ബസ് നമുക്ക് ഇവിടെ ഇടാം. വേണമെങ്കിൽ ചെറിയ വണ്ടി കോമൺ ആയിട്ടിടാം, ഇവിടുന്ന് സർക്കുലർ ആയിട്ടിടാം, കൃത്യമായിട്ട് പൈസ വാങ്ങാം. കാരണം ഇവരൊക്കെ തന്നെ പറഞ്ഞില്ലേ 120 രൂപ കൊടുത്തിട്ട് അവർ ഓട്ടോയ്ക്ക് വരുന്നു. ഈ സാധാരണ ബസ്സിനൊക്കെ അല്പം കൂടി പൈസ കൂടുതൽ കൊടുക്കാൻ പോലും ഇവിടെ സാധാരണ ജനങ്ങൾ തയ്യാറാവും. പക്ഷെ അത് മുനിസിപ്പാലിറ്റി അതിനൊരു തീരുമാനത്തിലേക്ക് വരണം. തൃക്കാക്കര ഈ തുതിയൂരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി വലിയ സാമ്പത്തിക ഭദ്രതയുള്ള മുനിസിപ്പാലിറ്റിയാണ്. പക്ഷെ തുതിയൂർ പ്രദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണും ഇതൊരു ഡെവലപ്മെന്റ്സ് ഉള്ളൊരു പ്രദേശമാണോ? ഇല്ല. ഇവിടെ ഈ തുതിയൂർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പാലം യാഥാർത്ഥ്യമാണ്. 3 പാലം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, 3ഉം അവതാളത്തിലായി നിൽക്കുന്ന ഒരു അവസ്ഥയുള്ളത്. പോൾപ്പി മാണിയുടെ കാലത്ത് പാലം പണിതു, ഫയലടിച്ചു, ആ ഫയൽ ഊരിക്കളഞ്ഞു. FSCD ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്, അത് കളഞ്ഞു. രണ്ടാമത്തത് 3 പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ പദ്ധതി വന്നു. ആ ജനകീയ പദ്ധതി അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കാവുന്ന ഒരു പദ്ധതിയായിരുന്നു. പക്ഷെ അത് ഉദ്യോഗസ്ഥന്മാരുടെ ഈ പ്രത്യേക ഇടപെടൽ, അതായത് ഞങ്ങൾ പോകുന്ന വഴിക്ക് അടിച്ചില്ലെങ്കിൽ അങ്ങനെ പോകുള്ളൂ എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് ആ പദ്ധതി തുതിയൂരിന് നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവിടെ നിന്ന് ഒരല്പം കൂടി ഇങ്ങോട്ട് മാറിയിട്ട് പുതിയ ആക്സസ് കണ്ടുപിടിച്ചിട്ട് പാലം ചെയ്തിരിക്കുന്നു. അതിലും ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അതിന്റെ അടങ്കൽ വെച്ചിരിക്കുന്നത് 90 കോടി രൂപയാണ്. ഇത്രയും ചെറിയ പ്രദേശത്ത് 90 കോടി ഒരു പദ്ധതി ഏത് സർക്കാർ വന്നാൽ നടപ്പാക്കാൻ പറ്റും? നടപ്പാക്കാൻ പറ്റില്ല. കാരണം ഇത് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സർവീസ് റോഡ് പോലും സ്ലാബ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു 40 കോടി രൂപയ്ക്ക് ചെയ്യാവുന്ന പദ്ധതിയാണ്. ഉദ്യോഗസ്ഥന്മാർ ഈ മേഖലയിലെ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പറയുമ്പോൾ രാഷ്ട്രീയക്കാരെ കുറ്റം പറയും, ഇപ്പൊ നിലവിലിരിക്കുന്ന സർക്കാരിനെ കുറ്റം പറയും, മുനിസിപ്പാലിറ്റിനെ കുറ്റം പറയും, നിലവിലുള്ള MLA-നെയും MP-നെയും കുറ്റം പറയും. ആക്ച്വലി അതിന്റെ സംഭവം നിങ്ങളൊന്ന് പഠിച്ചാലും മനസ്സിലാവും. അത് ഉദ്യോഗസ്ഥന്മാരുടെ ഈ ചിറ്റമ്മ നയമാണ് അതിവിടെ ഉണ്ടാകാനായിട്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഇവിടുത്തെ ഇത് പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പൊ നിങ്ങളിപ്പോ ഈ പറഞ്ഞപ്പോ വിവാദം ഉണ്ടായ പാലത്തിന്റെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? വിവാദം ഉണ്ടായ ചെയർപേഴ്സൺ, ഇവിടുത്തെ കൗൺസിലർ ചെയർപേഴ്സണാണ്. അവര് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു ഇവിടെ ഒരു പാലം വേണം. പാലം ശരിയാണ്, അവിടെ പാലം പൊളിച്ചു പണിയേണ്ടതാണ്. കാരണം അവിടെ ഒരു നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ പാലത്തിലൊക്കെ വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങി അതിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ പാലം പണിതപ്പോൾ ഇവർ ചെയ്തു, ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ഒരു സൂത്രപ്പണി എന്താണെന്നറിയോ? പാലം പൊക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് അതിന്റെ നടുക്ക് ഒരു സ്ലാബ് ചെയ്തു, ഡിവൈഡർ വെച്ചു. ഈ ഡിവൈഡർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആളുകളുടെ സ്വഭാവം അറിയാലോ, വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് തോട്ടിലായിടുന്നത്. ഈ സാധനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആവും, അതിനേക്കാളും വലിയ അപകടം ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരാൾ അതിന് പരാതിപ്പെട്ടു. അദ്ദേഹം പരാതിപ്പെട്ടത് അംബ്രോസ് എന്ന് പറഞ്ഞ ആൾ കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തു. അതായത് സെന്ററിൽ അത് ചെയ്തിരിക്കുന്നത് അത് ശാസ്ത്രീയമല്ല, അശാസ്ത്രീയമാണ്, അത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് പരാതി കൊടുത്തു. അപ്പൊ ആ പരാതി കൊടുത്തപ്പോൾ തന്നെ ആ കോൺട്രാക്ടർ ബാക്കി സാധനങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം എത്ര വീട്ടുകാരുണ്ടെന്നറിയോ? ഇവിടെ സ്കൂളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരണം, അവിടേക്ക് ചിറ്റത്തിരക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് പോകണം. ഇവിടെ പള്ളിയിലേക്കും സ്കൂളിലേക്കൊക്കെ വന്ന ആളുകൾക്ക് ഈ എങ്ങനെ വരുമെന്നാ പറയണേ?
പഴയ കാലമാണ്, നമ്മൾ നീന്തിയൊക്കെ പോരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതൊന്നുമല്ല. അപ്പോൾ വളരെ അടിയന്തരമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഇതിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ അവർക്ക് തിരക്കുകളുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇവർ അതെല്ലാം അടിയറവ് വെച്ച് അതിൽ നിന്ന് എങ്ങനെ ഇതെല്ലാം കൊളവാക്കാവുന്ന രീതിയിലേക്കാണ് അവർ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റം അനിവാര്യമാണ്. അതിന്റെ അപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു റോഡുണ്ട്, അതും ഇത് വലിയ പ്രശ്നമായിട്ട് കിടക്കുക, അതും ഒരു തർക്കത്തിൽ കിടക്കുന്നതാണ്. ഇതൊക്കെ മുനിസിപ്പാലിറ്റിക്ക് പരിഹരിക്കാൻ പറ്റും. ഈ കക്ഷികളെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റും. പക്ഷെ മുനിസിപ്പാലിറ്റി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. കാരണം തലയിലെ തീ കിടത്തിയല്ലേ നേരെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിരം പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അതിലേക്ക് ചെയ്യുന്നില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവിടെയുള്ള ആളാണ്. ഇവിടെ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിൻ്റെ മുൻകൈ എടുത്ത് ഒരു 40 ലക്ഷം രൂപ മുടക്കി അവിടെ ഒരു പാലം പണിതാൽ മാത്രമാണ് തുതിയൂർ എന്ന പ്രധാന പ്രദേശം വികസിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടികളുമായിട്ട് വരുന്ന സർക്കാരോ ഈ സർക്കാരോ എങ്കിലും മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഈ ഇവിടുത്തെ പ്രദേശത്തൊരു ശാശ്വത പരിഗണന. അല്ലാതെ ഇവിടുത്തെ കൗൺസിലർമാർ തെറ്റു പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ആരപ്പോൾ നമുക്കിപ്പോൾ കൗൺസിലർമാർ തെറ്റു പറയാൻ പറ്റുമോ? കൗൺസിലറിനും തെറ്റു പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പാലം വലി കൂടുതലാണ്. ഭയങ്കര പാലം വലിയാണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യണത്. അതിലൊരു സംശയമില്ല കാര്യത്തിൽ. ഇത്തരത്തിൽ നമുക്കിപ്പോൾ അവിടെ ഈ പാലം പണിയുന്ന സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മനോഹരമായിട്ടുള്ള ബോട്ട് ജെട്ടിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ആ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം കാണുമ്പോൾ നമുക്കറിയാം. ഇപ്പോഴെങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? അപ്പം ആ ബോട്ട് ജെട്ടി സർവീസ് കോവിഡിന്റെ സമയത്ത് നിർത്തിവെച്ചതാണ്. കോവിഡിന്റെ സമയത്ത് അസുഖം കാരണം നിർത്തിവെച്ചതിന് ശേഷം പിന്നെ സർവീസസ് പുനരാരംഭിച്ചില്ല. എങ്ങനെ ഈ ബസ്സിന്റെ യാത്രാക്ലേശം പരിഹരിക്കും? ആ ബോട്ടിന്റെ സർവീസും കൂടി പുനരാരംഭിക്കുകയാണെങ്കിൽ ഏകദേശം കുറച്ച് ആളുകൾക്ക് കടവന്തര ഭാഗത്ത് വൈറ്റിലെ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് എളുപ്പമായിട്ട് എത്താൻ പറ്റണം. ഒരു 15 മിനിറ്റ് കൊണ്ട് വൈറ്റിലെത്തുന്ന ഒരു സർവീസായിരുന്നത്. അത് എങ്ങനെയെങ്കിലും പുനരാരംഭിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ഈ നമ്മുടെ ബോട്ടുമായി ബന്ധപ്പെട്ട് കിൻകോയാണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. കിൻകോ സർവീസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപ പി.ടി. തോമസിന്റെ MLA ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ആ ബോട്ട് ജെട്ടിയും കാര്യങ്ങളും ചെയ്തത്. ഇപ്പോഴത്തെ വികസന പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളല്ല ഇപ്പോൾ വരണത്. ഈ ഇതിന്റെ ഇവിടെ കൂടി ഇങ്ങനെ മനോഹരമായ ബോട്ട് പോകും, ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമുള്ളൂ. എന്താ ചെയ്യണത്? ഇവിടുത്തെ IT പ്രൊഫഷണൽസിന് മാത്രം കയറാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമായിട്ട് ഈ ബോട്ടിനെ മാറ്റിയിരിക്കുക. വാട്ടർ മെട്രോനെ മാറ്റിയിരിക്കുക. ഇവിടെ അവർ പറയുന്നത് 31 ലക്ഷം രൂപ വേണം ഒരു ജെട്ടി ഉണ്ടാക്കണമെന്ന് പറയണം. ഈ 31 ലക്ഷം രൂപ ജെട്ടി ഉണ്ടാക്കിയിരിക്കണം. നിങ്ങൾ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ജെട്ടിയിൽ നോക്ക്, അവിടുത്തെ ആ ഫെസിലിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നില്ല. പഴയ കാലത്ത് ബോട്ട് നിർത്തുന്ന പോലെ തന്നെ കയറിട്ട് വലിച്ചു കെട്ടിയിട്ടാണ് ഇപ്പോഴും അവിടെ ബോട്ട് നിർത്തുന്നത്. ആധുനിക സൗകര്യങ്ങളൊന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ രീതി അനുസരിച്ചിട്ട് അവിടെ ഒന്ന് അത്യാവശ്യം ഡ്രഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുതിയൂരുകാർക്കും അതുപോലെ തന്നെ എരൂക്കാർക്കും ഒക്കെ ഗുണകരമായിട്ടുള്ള രീതിയിൽ ഈ ബോട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇതെന്താണെന്നറിയാമോ? ഒരു അടിസ്ഥാന വർഗത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപരിയായിട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും IT-ക്കാരെയും മാത്രം ആശ്രയിച്ചിട്ടുള്ള വികസന തൃക്കാക്കരയിൽ വന്നത്. അങ്ങനെ വന്നിട്ട് എന്താ കാര്യം ഇരിക്കണം? ഞങ്ങൾക്കൊക്കെ ബോട്ട് കാണാൻ മാത്രം ഭാഗ്യമുള്ളൂ. ഇദ്ദേഹത്തിന് BJP-യുടെ ഒക്കെ പ്രസിഡന്റാണ്, അദ്ദേഹം പറയും ബാക്കി കാര്യങ്ങൾ. ഇപ്പൊ ബോട്ടിന്റെ മാത്രമല്ല, ഈ തുതിയൂരിന്റെ ശരിക്കും പറഞ്ഞാൽ വയനാട് പോലുള്ള സ്ഥലങ്ങളാണ് ഈ ആദിവാസി ഊര് എന്ന് പറയുന്നത്. നമ്മളുടെ തുതിയൂരും ഒരു ആദിവാസി ഊരല്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാരെ കഠിന പ്രയത്നം കൊണ്ട് പഴയ മറ്റേ മേഞ്ഞ വീടുകൾ അവർ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയിട്ടാണ് ഈ വാർക്ക വീട് ആയിട്ടുണ്ട്. ആ ഒരു വികസനമല്ലാതെ അത് അവരെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ശരിക്കും ഇത് വയനാട് പോലുള്ള ഈ ഉൾവനത്തിൽ താമസിക്കുന്ന ഒരു കുഗ്രാമം പോലെ തന്നെയാണ് ഇപ്പോഴും തുതിയൂര്. ഈ എറണാകുളത്തിന്റെ സംസ്ഥാനത്തിന്റെ മെയിൻ കേന്ദ്രമായി IT ഹബ്ബായി ഇത്ര നഗരവികസനങ്ങൾ കൊണ്ടുവരുന്ന ഒരു സ്ഥലത്ത് ഈ തുതിയൂര് പോലുള്ള സ്ഥലത്ത് പറഞ്ഞില്ലേ 300-400 രൂപക്ക് പണിയെടുക്കുന്നവർ 100 ചില്ലാൻ രൂപ ഓട്ടോയ്ക്ക് കൊടുത്തിട്ടാണ് ഈ പ്രദേശത്ത് വരുന്നത്. ഇവിടെ 2 ട്രാൻസ്പോർട്ട് വണ്ടി വന്നു. ഇവിടുത്തെ ബസ് റൂട്ട് അത് ഇടയ്ക്ക് വെച്ച് തോന്നുമ്പോൾ അവർ നിർത്തുകയാണ്. നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ അനുവാദമില്ല, കാരണം അതൊക്കെ വൻകിട ടീമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ എതിരെ ഈ സാധാരണ ജനങ്ങൾ പോയി പറയുന്നത് ഈ മുനിസിപ്പാലിറ്റിയിലും ഇവിടുത്തെ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥരത്താണ്. ഈ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാണ്ട് ഇത് സ്ഥിരമായിട്ട് വോട്ട് കുത്തുന്ന മെഷീനായിട്ട് മാറിയേക്കാണ് തുതിയൂരുകാർ. ആർക്ക് വോട്ട് കുത്തിയാലും ഒരു ഉപകാരമില്ലാത്ത പരിപാടി. ഇപ്പോൾ ഇതിന് സമഗ്ര വികസനം നടക്കണമെങ്കിൽ, ഇവിടുത്തെ യാത്രാക്ലേശം പരിഹരിക്കണമെങ്കിൽ ഈ അനിവാര്യമായ ഈ തുതൂർ എരുപ്പാലം വന്നാലേ പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ ജനങ്ങൾ കാറിനെങ്കിലും പോകാൻ പറ്റിയൊരു സംവിധാനം ഉണ്ടെങ്കിലാണ്
ഈ യാത്രാ സംവിധാനങ്ങളും ഇനി ബസ് റൂട്ടും ആ തുതിയൂർ ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ കരി വരെയെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ ഈ റോഡിന്റെ വികസനം വരണം. ഈ നഗര വികസന കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്രമായാലും കേരളമായാലും ഒട്ടനവധി ഫണ്ടുകൾ പുതിയ റോഡുകളും പാലങ്ങളും അനവധി വരുന്നുണ്ട്. പക്ഷേ തുതിയൂരിലേക്ക് യാതൊന്നും പ്രകടമായിട്ട് വരുന്നില്ല. ഒരു പുതിയ വലിയ സംവിധാനങ്ങൾ ശാസ്ത്രീയമായ ഒരു കാണ പോലും ഈ തുതിയൂർ റോട്ടിലില്ലെന്നുള്ള സത്യം. ഇവിടെ മഴ പെയ്താൽ അടിഞ്ഞുകൂടുന്ന വെള്ളങ്ങൾ എങ്ങാട് പോകുന്നു ആർക്കും അറിയാൻ പാടില്ല. ഇവിടെ പല മേഖലകളിലും വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. ഇതിന് ശാസ്ത്രീയമായ ഒരു പരിഹാരം കാണണമെങ്കിൽ ഇവിടുന്ന് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നവർ കൂടിയാലോചിച്ച് തീരാവുന്ന വിഷയമുള്ളൂ. ഇപ്പോൾ ഞാൻ രാഷ്ട്രീയമായിട്ട് കുറ്റം പറയുന്നതല്ല. വാർഡ് മെമ്പർമാർ, കൗൺസിലർമാർ, ഇപ്പോൾ പാലത്തിന്റെ കേസ് തന്നെ കൊച്ചിയിൽ കാണേ കൂടി പൈപ്പ് പോയിട്ട് അഴുക്കത് പൊട്ടി അകത്ത് കയറുന്ന സൈനൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിപ്പോൾ തുതിയൂരുണ്ട്. ഇപ്പോൾ ഈ മുൻ പറഞ്ഞ പോലെ ഇപ്പോൾ ആ പൊളിച്ചിട്ട പാലത്തിന്റെ അടിയിൽ കൂടി പോകുന്ന 2 ഇഞ്ച് പൈപ്പ്, ആ പൈപ്പിനകത്ത് പൊട്ടിയിട്ട് 3 സ്ഥലത്തെ പൊട്ടിക്കിടന്ന് വെച്ചത്. ആ 3 സ്ഥലം 6-7 മാസക്കാലമായി ഈ വെള്ളമില്ലാത്ത സമയത്ത്, പമ്പിംഗ് ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ അഴുക്ക് ചാനൽ നിങ്ങൾക്ക് കണ്ടറിയാം. ഈ ഫ്ളാറ്റുകൾ സെസ്സിന്റെ മാലിന്യങ്ങളാണ് ഈ കാനെ കൂടി. നമ്മൾ ശുദ്ധമായ വെള്ളം അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സെസ് വന്നതിന് ശേഷം അതിനകത്ത് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു കനാലായിട്ട് മാറി. ആ മാലിന്യം നിറഞ്ഞു വരുമ്പോൾ ഈ പമ്പിംഗ് ഇല്ലാത്ത സമയത്ത് സകല മാലിന്യങ്ങളെ പൈപ്പിനകത്ത് കയറുക. നമ്മളിത് ചെയർപേഴ്സന്റെ ഒട്ടനവധി പ്രാവശ്യം പറഞ്ഞാണ്. അപ്പോൾ അവർ പറയുന്നത് വാട്ടർ അതോറിറ്റി ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഇവരെയൊക്കെ നോക്കി നടത്താൻ ഇവിടുത്തെ ഈ പാവപ്പെട്ട ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചേക്കണേ. അപ്പോൾ അവരല്ലേ ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കണ്ടേ? ഇപ്പോൾ ആ സാധനം വേസ്റ്റ് അകത്ത് കയറും. പമ്പിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുമക്കൾ കുടിക്കേണ്ട വെള്ളത്തിലാണ് ഈ ആ വേസ്റ്റ് വരുന്നത്. അതായത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ സെപ്സ് കഴിഞ്ഞാലുള്ള ഫ്ളാറ്റുകളുടെയും വില്ലാസിന്റെയും സകല ഒരു സ്ഥലത്തുനിന്നും സീവേജ് ഒന്നും പമ്പ് ചെയ്ത് പോകുന്നില്ല. എല്ലാം ഔട്ട്ലെറ്റ് തള്ളി വെച്ചാണ് നമ്മുടെ തോട്ടിലേക്കാണ്. അപ്പോൾ ആ മാലിന്യമാണ് നമ്മുടെ സാധാരണ ജനങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നേരാവണ്ണം വരുന്നില്ല. കൃത്യമായി എല്ലാ ദിവസവും പമ്പ് ചെയ്യണമെങ്കിൽ മലിനജലം കയറില്ല. ഇവിടുന്ന് വെള്ളം ലീക്ക് ചെയ്ത് പോവുള്ളൂ, ഉള്ളിലേക്ക് സക്ക് ചെയ്യണില്ല. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ 4-3 ദിവസം കഴിയുമ്പോൾ വന്ന് ഈ കഴിഞ്ഞ ദിവസം വന്ന പോലെ വൈകിട്ട് വന്നു, രാത്രിയായപ്പോൾ നിന്നു, പിന്നെ ഒരു അറിവുമില്ല. അപ്പോൾ കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഈ ഇവിടുത്തെ MP-മാരും MLA-മാരും എല്ലാവരും കൂടി ആലോചിച്ചു, തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും കൂടി അയച്ചു ഈ പണ്ടുള്ള ആ ടാങ്ക് മാറ്റി അതിന് സംവിധാനങ്ങൾ കണ്ടുപിടിക്കണം. ഇത് നമ്മൾക്ക് ഇവിടുത്തെ വോട്ടർമാർക്കല്ല ചെയ്യേണ്ടത്. ഇത് നമ്മൾ അയച്ചേക്കുന്ന ആൾക്കാർ കൂടി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശാശ്വത പരിഹാരം തുതിയൂർത്തെ യാത്രാക്ലേശം പരിഹരിക്കണമെങ്കിൽ എരൂർ തുതിയൂർ പാലം വന്നേ കഴിയുള്ളൂ. അത് 14 എരൂരിൽ നിന്ന് തുതിയൂരേക്ക് ആൾക്കാർ പോകാനും കാക്കനാട്ടിൽ എളുപ്പമാർഗ്ഗം യാത്ര ചെയ്യാനും സഞ്ചരിച്ചാൽ മാത്രമാണ് അതിന്റെ ബസ്സുകൾ റൂട്ടുകളും വികസിക്കുകയുള്ളൂ. അല്ലാണ്ട് പാലമില്ലാണ്ട് ഒരു എൻ്റെ പോയിട്ട് 4 വീട്ടുകാർക്ക് വേണ്ടി ആരും ഒരു സംവിധാനം ചെയ്തു തരില്ല. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പാലം പണിയാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിന് ബിഗ് ബഡ്ജറ്റാക്കി മാറി ഒരിക്കലും നടക്കാത്തൊരു പദ്ധതിയാക്കി താറുമാറാക്കി കളയുന്നു. അതിന്ന് ഇത് നിങ്ങളെല്ലാം പ്രക്ഷേപണം ചെയ്തിട്ട് ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ അറിയുന്നവരെ അവരെ കൊണ്ട് തുതിയൂരിന്റെ സമഗ്ര വികസനം സാധാരണ ഒരുപാട് ജനങ്ങൾ നിങ്ങൾക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ആദിവാസി ഊരല്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം പ്രയത്നം കൊണ്ട് ടെലിഫോൺ ലൈൻ തുടരുക. ഈ വിഷയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ നിരവധി പേർ പ്രതികരണത്തിന് തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ ടെലിഫോൺ ലൈനിലുണ്ട്. തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശ്രീ തോമസ്, ഈ വിഷയം ഞങ്ങൾ വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. ശാശ്വത പരിഹാരത്തിന് എന്തൊക്കെ നിർദ്ദേശങ്ങൾ താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്? നിലവിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളം തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ എയിനെ വിളിച്ചു കഴിഞ്ഞാൽ ചില നേരത്ത് ഫോൺ എടുക്കും. കാരണം ഇന്ദിരാനഗർ കരിയിൽ ഭാഗത്തോട്ടാണ് വെള്ളം എത്താത്തത്. ഈ ടിവിയിലെ ആ ശബ്ദം ഒന്ന് കുറയ്ക്കണം. നിലവിലെ കുടിവെള്ളമാണ് തുതിയൂരത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ വെള്ളം എന്തായാലും ഇവിടെ വന്നില്ല മെയിനായിട്ട്. അപ്പൊ നമ്മൾ എയിനെ വിളിക്കും, കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അത് ആഴ്ചയിൽ 2 ദിവസങ്ങൾ വന്നോണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നലെ വെള്ളം കിട്ടിയില്ല. ആളുകൾ 500 രൂപ 400 രൂപ കൊടുത്താണ് വെള്ളം അടിക്കുന്നത്. ഇന്ദിരാനഗർ കരിയിലാണ് വെള്ളം കിട്ടാത്തത്. തുതിയൂർ പള്ളിയുടെ അവിടെ വരെ വെള്ളം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പാലം പൊളിച്ചിട്ടുണ്ട്. പാലം പൊളിച്ചെങ്കിലും അത് ഇപ്പൊ ചെയർപേഴ്സന്റെ ഡിവിഷനിലാണ് പൊളിച്ചേക്കണത്. പക്ഷെ അത് ഉദ്യോഗസ്ഥരുടെ കഴിവേട് കൊണ്ടാണ് അത് അങ്ങനെ വന്നത്. നടുക്കൊരു സാധനം പില്ലർ വന്ന് വെച്ച് അപ്പൊ വേസ്റ്റ് വന്ന് ബ്ലോക്ക് ആയേക്കാണ്. അതുപോലെ തന്നെ ഇപ്പൊ അതിന്റെ സൈഡിൽ ഇപ്പൊ നടപ്പാലം ഞങ്ങൾ തന്നെയാണ് പണിതത്. ഇവിടെയുള്ള പൊതുപ്രവർത്തകർ ഞങ്ങൾ കുറച്ച് പേര് കൂടിയാണ് പണിതത്. പിന്നെ മെയിനായിട്ട് ഇവിടെ ഉള്ളത് പിന്നെ വേറെ കാര്യം ബസ് സർവീസാണ്. ബസ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 9 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. അപ്പൊ ഒരു KSRTC ബസ് അനുവദിക്കണമെന്നുള്ള ഞങ്ങളിപ്പോ MLA-ക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാർഡ് സഭയിലും വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അത് മുനിസിപ്പാലിറ്റി റെഡിയാക്കാന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ, എന്തായാലും ആ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് തോമസ് പറയുന്നത്. എബി, നമുക്കറിയാം കേരളത്തിലെ അനുദിനം വളരുന്ന മഹാനഗരം വളരുന്ന കൊച്ചിക്ക് അരികുവൽക്കരിക്കപ്പെടുന്ന കുറേ ജനവിഭാഗങ്ങളുണ്ട്. അവരുടെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അവർ
വളരെ ശാശ്വതമായ അവർ ഈ വിഷയം വളരെ കാലമായി തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ക്രിയാത്മകമായ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള അധികാരികളുടെ ഒരു പ്രതികരണത്തെക്കുറിച്ച് കൂടി നമുക്കൊന്ന് അറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നില്ല. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ കാലാകാലങ്ങളായി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ഇപ്പോൾ ലിബീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ കൊച്ചി വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ്. ഒപ്പം തന്നെ തൃക്കാക്കര നഗരസഭാ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളൊക്കെ തന്നെയും ഈ നിലയിൽ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ, IT മേഖലയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിപ്ലവങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ആ ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള അരുകുവൽക്കരിക്കപ്പെടുന്ന ചില ജീവിതങ്ങൾ കൂടി ഉള്ളത് എന്നുള്ളതാണ്. ഇവർ പറയുന്നത് പോലെ തന്നെ ഒരു തരത്തിലുള്ള ഈ കൊച്ചി തൃക്കാക്കര പ്രദേശങ്ങളൊക്കെ വികസിക്കുന്നുണ്ടെങ്കിലും തുതിയൂരിന് മാത്രം ഇത്തരത്തിലുള്ള വികസനങ്ങളൊന്നും തന്നെ ബാധകമാകുന്നില്ല എന്നുള്ളതാണ്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ യാത്രാ സൗകര്യം തന്നെയാണ്. ഈ പാലത്തിന്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളെ പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന പാലത്തിന്റെ നിർമ്മാണം അത് പൂർത്തിയായാൽ തന്നെ ഈ ഒരു റൂട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട റൂട്ടായി മാറുന്ന ഒരു നിലയുണ്ടാകും. ആ നില അല്ലെങ്കിൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ഇവിടേക്കും കൂടി കൊച്ചിയുടെ വികസനം ഇവിടേക്കും കൂടി വരുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണുവാനും വരും. പക്ഷേ അതല്ല ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വലിയ ഭീമമായിട്ടുള്ള തുക, ഒരിക്കലും ഒരു സ്വപ്ന പദ്ധതി എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിന്റെ സ്വപ്നമായിട്ട് എല്ലാ കാലത്തും നിൽക്കട്ടെ എന്ന് പറയുന്ന രീതിക്ക് പറയേണ്ടി വരും. ഇവിടെ ഈ പാലത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടിരിക്കുന്ന തുകയുടെ കണക്ക് കേട്ട് കഴിഞ്ഞാൽ, കാരണം അത്രയും വലിയ ഒരു തുക ഈ ഒരു ചെറിയ പ്രദേശത്തെ വികസനത്തിൽ അല്ലെങ്കിൽ ഒരു പാലം നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യം എന്തായാലും ഉന്നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് ആ പാലം ഇപ്പോഴും യാഥാർത്ഥ്യമാകാതെ പറയുന്നത് പോലെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയായി തന്നെ അവശേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിലേക്കല്ല, മറിച്ച് ജനങ്ങൾക്ക് അത് അഭിമാനപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. നമ്മളെന്തായാലും ഈ വാട്ടർ മെട്രോയൊക്കെ വളരെ മനോഹരമായിട്ട് പോകുന്നത് നമുക്ക് കരയ്ക്ക് നിന്ന് കാണാനേ കഴിയുന്നുള്ളൂ എന്ന് ഞാനിപ്പോൾ ചോദിക്കാൻ വേണ്ടി അപ്പോഴാണ് പറഞ്ഞത്. എന്തായാലും ഈ വാട്ടർ മെട്രോ ഇവിടേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇവിടേക്ക് വരാത്തുള്ള കാരണങ്ങൾ എങ്ങനെയൊക്കെയാണ് ശരിക്കും? കാരണങ്ങൾ അതിന് വലിയ ഭീമമായ എമൗണ്ട് വേണമെന്ന് ഇപ്പോൾ ബാബുവിന് പറഞ്ഞല്ലോ. ആ ഒരു എമൗണ്ട് എൻ്റെ അച്ഛൻ്റെ ഇവിടെ ഇരുവര, ആ ഇരുവരുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരമാണ് അത് വന്നിരുന്നെങ്കിൽ. എന്നുണ്ടെങ്കിൽ ഇപ്പൊ തുതിയൂർക്കാർക്ക് ഒരു ഗുണമില്ല, ഇരുവക്കാർക്ക് ഒരു ഗുണമില്ല. ഇത് IT മേഖലക്കാർക്ക് മാത്രം, വമ്പന്മാർക്ക് വേണ്ടി മാത്രം അത് ചെയ്തേക്കണം തന്നെ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പൊ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ചെന്നത് വൈറ്റിലേക്കാണ് ചെന്ന് നിൽക്കുന്നത്. ഇവിടെ 2-3 ബോട്ട് കയറ്റികൾ ഉണ്ടായിരുന്നതാണ് നേരത്തെ. സ്ഥിരം ഇവിടെ പഴയ വേറെ ബോട്ട് ഉണ്ടായിരുന്നതാണ്. നിലവിൽ ആ ബോട്ടെങ്കിലും ഇട്ടേച്ചെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരവേനെ. ഇത് അതുപോലെ നിർത്തലായിക്കൊണ്ടുള്ള ഒരു ഇതാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. വാട്ടർ മെട്രോ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഇപ്പൊ പോണെങ്കിൽ ഒന്ന് ചിറ്റത്തിരെ പോയിട്ട് അവിടെ നിന്ന് കയറിയിട്ട് വേണം വൈറ്റിലേക്ക് പോകാൻ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ജെട്ടികളുണ്ട്, പക്ഷെ അവിടെ അടുപ്പിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അറിയണില്ല. ശരിക്കും അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഈ നേരത്തെ നമ്മുടെ ഈ ബോട്ട് സർവീസ് അത് ഈ കോവിഡ് കാലത്താണ് നിർത്തിയതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് എവിടേക്കൊക്കെ ഏതൊക്കെ സ്ഥലത്തേക്കാണ് ശരിക്കും നമുക്ക് ആ സർവീസ് കൂടുതൽ കോവിഡിന്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കുള്ള കാര്യമാണെന്ന് വെച്ചാൽ പഴയ മറ്റേ ബോട്ടുകൾ വന്നുകൊണ്ടിരുന്ന അത് റദ്ദാക്കി പുതിയ മെട്രോ വന്നപ്പോഴത്തേക്ക് അത് കാക്കനാടിനും ഒരെണ്ണം ആണെന്നാണ് പറഞ്ഞത്.